AI is not just the present, it's the future. നമ്മളിപ്പോ ഒരു ഡെയിലി ബേസിസിൽ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഏതൊരു പ്ലാറ്റ്ഫോം തുറന്നാലും നമ്മൾ ഡെയിലി ഒരു AI ജനറേറ്റഡ് ഔട്ട്പുട്ട് വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ എങ്ങനെയെങ്കിലും കാണുന്നുണ്ടാവും. അപ്പോ ഈ ഒരു ടൈമിൽ AI ഒരു പോപ്പുലാരിറ്റിയും അത് പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പേയിങ് ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് അത്. അപ്പോൾ ഇത് നമുക്കൊരു കോഴ്സ് ആയിട്ട് പഠിക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കില്ലേ? അങ്ങനെ ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. BSc ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ഇത് നോർമൽ നമ്മുടെ BA ഡിഗ്രീസ് പോലെ തന്നെ ഒരു 3 ഇയർ UG ഡിഗ്രി ആണ്. AI ആൽഗോറിതംസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, റോബോട്ടിക്സ് എന്നിങ്ങനെയുള്ള ബ്രാഞ്ചിന്റെ ഒരു കോമ്പിനേഷൻ ആണിത്. ആക്ച്വലി ഇന്ത്യയിൽ നമുക്ക് AI രണ്ട് രീതിയിൽ പഠിക്കാം. ഒന്നുകിൽ BTech കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് AI ആയിട്ട് പഠിക്കാം, ഇല്ലെങ്കിൽ BSc ഇൻ AI പ്ലസ് മെഷീൻ ലേണിംഗ് ആയിട്ട് പഠിക്കാം. ഇതിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ BSc ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലസ് മെഷീൻ ലേണിംഗ് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം അതിലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നത്. BTechൽ വരുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് മെയിൻ സബ്ജക്ട്, AI ജസ്റ്റ് സബ്സിഡറി ആണ്. അപ്പൊ നമ്മൾ BScനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇതൊരു 3 ഇയർ UG ഡിഗ്രി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് സബ്ജക്ട്സ് ആയിട്ട് വരുന്നത് ജാവ, C++, പൈത്തൺ പോലെ ഏതെങ്കിലും ഒരു ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പിന്നെ AIക്ക് ആവശ്യമായിട്ടുള്ള ആൽജിബ്ര ആൻഡ് കാൽക്കുലസ്, ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ആൽഗോറിതം, പിന്നെ AIയുടെ ബേസിക് പ്രിൻസിപ്പിൾസ്. ഇതൊക്കെയാണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് സിലബസിൽ വരുന്നത്. ഈ സെക്കൻഡ് ഇയർ ആവുമ്പോൾ മെഷീൻ ലേണിംഗ്, ഡാറ്റാബേസ് മാനേജ്മെന്റ്, ഡാറ്റ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി എന്നിവയാണ് സിലബസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അവസാന വർഷമായ തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ നോർമൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന NLP, ഡീപ്പ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, പിന്നെ റോബോട്ടിക്സ്, ഹെൽത്ത് കെയർ, ഫിനാൻസ് മേഖലകളിൽ AIയുടെ ഒരു പൊട്ടൻഷ്യൽ, ഇതൊക്കെയാണ് തേർഡ് ഇയറിൽ ഡിഗ്രി കോഴ്സിൽ വരുന്നത്. ഒരു മേജർ പ്രോജക്റ്റും ഇന്റേൺഷിപ്പോട് കൂടെയാണ് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. AI എഞ്ചിനീയർ ആയിട്ടോ, NLP എഞ്ചിനീയർ ആയിട്ടോ, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആയിട്ടോ, ഡാറ്റ സയന്റിസ്റ്റ് ആയിട്ടോ, ഡാറ്റ അനലിസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് വിവിധ MNCകളിലോ IT കമ്പനികളിലോ ജോലിക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു ഫേമിന്റെ കീഴിൽ ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റഡ് അല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീലാൻസ് ആയിട്ടോ സ്റ്റാർട്ടപ്പ് ആയിട്ടോ സ്വന്തമായിട്ട് കമ്പനിയും തുടങ്ങാവുന്നതാണ്. ഒരു ബേസിക് സാലറി പാക്കേജിനെ പറ്റി സംസാരിക്കുമ്പോൾ ഏതൊരു MNCയിലും IT കമ്പനിയിലും ജോയിൻ ചെയ്യുമ്പോൾ ഫ്രഷേഴ്സിന് അവർ 6 to 10 lakh പെർ ഇയർ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ചിട്ട് അതൊരു 10 to 20 lakhs വരെ പോകാവുന്നതാണ്. ഇനി അബ്രോഡ് US, ജർമ്മനി, ഫ്രാൻസ് പോലെയുള്ള കൺട്രീസിലും ഈ കോഴ്സിന് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫ്രീലാൻസോ സ്റ്റാർട്ടപ്പോ ആണെങ്കിൽ പ്രത്യേകിച്ച് പറയണമെന്നില്ല, നിങ്ങളുടെ വർക്കിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഇൻകം ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു കോഴ്സാണ് ഇത്. ഈ കോഴ്സ് എങ്ങനെ ചൂസ് ചെയ്യാമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ +2 ഏത് സ്ട്രീം, സയൻസ് ആയിക്കോട്ടെ, കോമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് സ്ട്രീം പഠിച്ച ഒരാൾക്കും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള മാത്സ്, ലോജിക്കൽ റീസണിങ്, പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്നിവയൊക്കെ ഉണ്ടായാൽ മതി. ഇന്ത്യയിലെ മേജർ സിറ്റീസ് ആയിട്ടുള്ള ചെന്നൈ, ബാംഗ്ലൂർ, മാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ എന്നിങ്ങനെ എല്ലാ സിറ്റീസിലെ മേജർ ഹൈ സ്റ്റാൻഡേർഡ് ക്യാമ്പസുകളിലും ഈ കോഴ്സ് ലഭ്യമാണ്. ഈ കോഴ്സിനെ പറ്റിയിട്ടോ അല്ല അഡ്മിഷനെ പറ്റിയിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ചോദിക്കാനുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള പ്രൊഫഷണൽ, നോൺ പ്രൊഫഷണൽ, ന്യൂ ജനറേഷൻ കോഴ്സുകളെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പൊ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.